സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങിരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സീമന്ത രേഖയിൽ ചന്ദനം ചാർത്തിയ ഈ ഗാനത്തിൻ്റെ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാൻ. 5 ശ്രുതിയാണ്, 5 ശ്രുതിയിൽ പാടാം നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മാക്സിമം. ഓക്കെ, എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. വൃശ്ചികമാനത്തെ സാരിഗ ഗമരേഗ സ വൃശ്ചികമാനത്തെ പന്തലിൽ വച്ചോ സാസ പസാസ പന്തലിൽ വച്ചോ. ഒന്നുകൂടി. സാരിഗ ഗമരേഗ സ വൃശ്ചികമാനത്തെ പന്തലിൽ വച്ചോ സാസ പസാസ. പിച്ചകപ്പൂവള്ളി സാരിഗ മാമ പമധ പമധ സാരിഗ മാമ പമധ. പിച്ചകപ്പൂവള്ളി കുടിലിൽ വച്ചോ പമഗരി ഗാരിഗാസ പമഗരി ഗാരിഗാസ. സാരിഗ മാമ പമധ പമഗരി ഗാരിഗാസ. പിച്ചകപ്പൂവള്ളി കുടിലിൽ വച്ചോ. സെക്കൻഡ്. വൃശ്ചികമാനത്തെ സാരിഗ ഗമരേഗ സ വൃശ്ചികമാനത്തെ പന്തലിൽ വച്ചോ സാസപ്പ 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 സഗരിഗാസ സാസപ്പ സഗരിഗാസ സാസപ്പ സഗരിഗാസ. പന്തലിൽ വച്ചോ പന്തലിൽ വച്ചോ സാസപ്പ സഗരിഗാസ. പിച്ചകപ്പൂവള്ളി സാരിഗ മാമ പമധ കുടിലിൽ വച്ചോ പമഗരി ഗാസ പമഗരി ഗാസ പമഗരി ഗാസ കുടിലിൽ വച്ചോ. അടുത്തത്. ആരോടും ചിരിക്കുന്ന സാരിഗാസ സസരിഗാസ സാരിഗാസ സസരിഗാസ സാരിഗാസ സസരിഗാസ. അത് വേണമെങ്കിലും പാടാം. സാഗാസ സസഗാസ. ആരോടും ചിരിക്കുന്ന കുസൃതി കുസൃതിക്ക് പ്രിയദേവൻ സസസനിനി പ്രിയദേവൻ സസസനിനി. അപ്പം കുസൃതിക്ക് പ്രിയദേവൻ സസഗാസ സസസനിനി പ്രിയദേവൻ സസസനിനി. സാരിഗാസ സസരിഗാസ സസരിഗാസ സസസനിനി. ആരോടും ചിരിക്കുന്ന കുസൃതിക്ക് പ്രിയദേവൻ സസസനിനി. ഓക്കെ. ജീരകക്കസവിൻ്റെ ജീരകക്കസവിൻ്റെ നിസരിഗ ഗഗമഗ നിസരിഗ ഗഗമഗ. ജീരകക്കസവിൻ്റെ നീ ആണ് നിഷാദം, നീ സരി ഋഷഭം. നിസരിഗ ഗഗമഗ ഗാന്ധാരം ഗഗം എന്നാ പറയുന്നത്. ജീരകക്കസവിൻ്റെ ജീരക നിസരി ഗഗമഗ കസവിൻ്റെ ജീരക. അപ്പൊ നിസരി ഗഗമഗ ജീരകക്കസവിൻ്റെ പുടവ തന്നു മപ്പ
പുടവ തന്നു മപ്പപ്പ പപ്പ മപ്പപ്പ പപ്പ പുടവ തന്നു പട്ടേ പുടവ തന്നു മാപ്പമനീത പപ്പ പപ്പ പട്ടേ പുടവ തന്നു മാപ്പമന്നി നിഷാദം മാപ്പമനി പപ്പ പപ്പ മാപ്പമനീത അല്ല പട്ടേ പുടവ തന്നു മാപ്പമനി ധപ്പ പപ്പ ധ മാപ്പമനീത പപ്പ പപ്പ ദായും പായും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം വരും. അതാണ് ഞാൻ സ്ഥലം കൃത്യമായി പറഞ്ഞത്. മാപ്പമനീത പപ്പ പപ്പ പട്ടേ പുടവ തന്നു. ഓക്കെ, പട്ടേ പുടവ തന്നു. ശ്രീ അല്ല നീ ശ്രീമംഗലയായി. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലമാണ്, ശ്രദ്ധിക്കണേ. പമദ പമ ഗഗ സഗഗ. അവിടെ ഒരു വലിയ ഗാന്ധാരം വന്നിട്ടുണ്ട്. എവിടെ വരുന്നത്? നീ ശ്രീ മംഗല മംഗല എന്ന് പറയുമ്പോ ഗഗസ മംഗലയായി ഗഗസ അല്ല ഗഗസ ഗഗ. ചെറിയ ഗ. ആദ്യത്തത് മംഗല പറയുമ്പോ മംഗ ഗഗ വലിയ ഗാന്ധാരം. ഗഗസ ഗഗ മംഗലയായി. ആ യായി എന്നുള്ള ചെറിയ ഗാന്ധാരം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പമദ പമ ഗഗസ ഗഗ. നീ ശ്രീമംഗലയായി. സാർ അങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ പാട്ടിന്റെ ലയ കൊണ്ട് നഷ്ടപ്പെടും. എന്നാലും കിട്ടണല്ലോ, കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വേണ്ടേ. നീ ശ്രീമംഗലയായി. ഓക്കെ, പമദ പമ ഗഗസ ഗഗ. അന്നു നീ അവിടെ അന്നു നീ അവിടുന്ന് സാരിഗമപ്പ ബേസിലേക്ക് ടച്ച് ചെയ്യണം. സാരി ഗമപ്പ ബേസ് സാരിഗമപ്പ കണ്ടില്ലേ? അന്നു നീ. ആ ടോപ്പ് ബേസ് പാടിയാൽ മതി, മനസ്സിലായില്ലേ? സീമന്തിനി അല്ല സീമന്തിനി നീ 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 പ സീമന്തിനി നീ നീ നിഷാദം നീ 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 പ പഞ്ചമം ബേസ് നീ 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 പ സ സ. അവിടെ ശ്രീമംഗലല്ലേ? അപ്പം സീമന്തിനിയായി. ഇനിയിപ്പോ എന്തെങ്കിലും വേർഡ്സ് വ്യത്യാസം നിങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എവിടെ ടച്ച് ചെയ്യണം? സാരി അങ്ങനെയൊക്കെ പാടണം. കുറെ പിന്നെ കമന്റ്സുകൾ വരുന്നുണ്ട്, അങ്ങനെ ടച്ച് ചെയ്ത് പാടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ കുറച്ച് ബേസ് ആയിക്കോട്ടെ, അല്ല എന്താ പറയാ, ഒരു ലൈറ്റ് ആയിട്ട് കേട്ടോ. അവിടെ ടച്ച് ചെയ്യണം. സീമന്തിനിയായി നീ 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 പ സ സ സീമന്തിനിയായി. വീണ്ടും സീമന്തരേഖയിൽ. ഇത്ര മതി. പിന്നെ ചരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം, ഒരേ സ്വരങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എനിക്ക് പറയാനുള്ളത്, മനസ്സിൽ ശുദ്ധത
വളരെ ശുദ്ധമായ മനസ്സ് ഉപയോഗിച്ചിട്ട് മാത്രം സംഗീതം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും സംഗീതം മൊത്തത്തിൽ നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കാനും പാടുള്ളൂ. കാരണം അവിടെയുള്ളൂ നമ്മളെ കൂടെ ഈശ്വരൻ ഉണ്ടാവുള്ളൂ. ആരും വളർന്നോട്ടെ, എത്രയോ നമ്മളെക്കാളും നന്നായി പാടുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും നമ്മൾക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സും ഇത് നമ്മൾ സൂക്ഷിക്കണം. ഏതൊരു ബന്ധവും നിലനിൽക്കുക ഏറ്റവും കൂടുതൽ ക്ഷമയും സ്നേഹവും നമുക്കുണ്ടെങ്കിൽ ഏതൊരു ബന്ധം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. സത്യമാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? എല്ലാവരും ശുദ്ധ മനസ്സോടെ, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായ മനസ്സോടെ, സത്യസന്ധത പാലിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ കൂടെ സംഗീതം മുന്നോട്ട് കൊണ്ടുപോകുക. കൂടെ ഉണ്ടാവും നമ്മളെ ദൈവം എപ്പോഴും പകർന്നു തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ നിർത്തുന്നു. ശരി.